സുരേഷ് ഗോപി കേരളത്തിലെ ബി.ജെ.പി. മനസ്സുകളിൽ ഇടം നേടിയതിൽ ഒരു പങ്ക് അദ്ദേഹത്തിന്റെ സിനിമകളിലെ പോലീസ് വേഷങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ സാക്ഷാൽ ഒരു യുവ IPS ഓഫീസർ ആ പദവി വിട്ടെറിഞ്ഞ് തമിഴകത്തെ സേവിക്കാനെത്തുമ്പോൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയാണ് തമിഴ് ജനത. തമിഴകത്തെ മുഖ്യ എതിർ പാർട്ടികളിൽ നിന്ന് വിറയ്ക്കുകയാണ്. ഇതാണ് അണ്ണാമലൈ, സിംഗം അണ്ണാമലൈ, തമിഴ്നാട് ബി.ജെ.പി. അധ്യക്ഷൻ. ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി നൽകുന്ന ആരെയും കൂസാത്ത തമിഴ് സിംഗം. ഇതാണ് അണ്ണാമലൈക്ക് തമിഴ്നാട്ടിലെ അണികൾ നൽകുന്ന വിശേഷണം. തമിഴ്നാട് ബി.ജെ.പി. അധ്യക്ഷനായ അണ്ണാമലയുടെ നേതൃത്വ ശേഷിയിൽ പ്രവർത്തകരും ഹാപ്പിയാണ്. എനിക്ക് മോദിജിയുടെ അരസിൽ പിടിച്ചത്, അതിനാൽ താൻ വേലൈ വിട്ട് ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നിരിക്ക്. താൻ രാഷ്ട്രീയ പ്രവേശനത്തെ കുറിച്ച് അണ്ണാമലയുടെ ഒരു അഭിമുഖത്തിൽ നിന്ന് പറഞ്ഞ വാക്കുകളാണിത്. 37-ാം വയസ്സിൽ ബി.ജെ.പിയിൽ ചേരുമ്പോൾ തമിഴ്നാട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായി മാറുകയായിരുന്നു അണ്ണാമലൈ. 2020 ഓഗസ്റ്റിൽ പാർട്ടിയിൽ ചേർന്ന അണ്ണാമലൈ വളരെ പെട്ടെന്നാണ് ജനങ്ങൾക്കിടയിൽ പ്രിയങ്കരനായി മാറിയത്. തമിഴ്നാട്ടിലെ കരൂർ ജില്ലയിലെ ഗൗണ്ടർ സമുദായത്തിൽ നിന്നുള്ള ഒരു കർഷക കുടുംബത്തിൽ നിന്നാണ് കുപ്പുസ്വാമി അണ്ണാമലൈ ജനിച്ചത്. കോയമ്പത്തൂരിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടി. തുടർന്ന് IIM ലക്നൌവിൽ നിന്ന് MBA എടുത്തു. സംരംഭകൻ ആവുക എന്നതായിരുന്നു ആഗ്രഹം. എന്നാൽ ജനസേവനം എന്ന ആഗ്രഹത്താൽ സിവിൽ സർവീസ് തിരഞ്ഞെടുക്കുകയായിരുന്നു. 2011-ൽ IPS നേടി. കർണാടക കേഡറാണ് തിരഞ്ഞെടുത്തത്. ഉടുപ്പി, ചിക്കമംഗളൂർ എന്നിവിടങ്ങളിൽ SPI സേവനമനുഷ്ഠിച്ചു. 2017-ൽ ചിക്കമംഗളൂരിൽ നടന്ന കലാപം അടിച്ചമർത്തിയതോടെയാണ് അണ്ണാമലൈ യുവാക്കൾക്കിടയിൽ താരമായത്. സൗത്ത് ബംഗളൂരുവിൽ ഡെപ്യൂട്ടി കമ്മീഷണറായിരിക്കെ നടത്തിയ പരിഷ്കാരങ്ങളും ശ്രദ്ധ നേടി. അങ്ങനെ വന്ന വിളിപ്പേരാണ് സിംഗം അണ്ണാമലൈ. തമിഴ് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള പോലീസ് നായക കഥാപാത്രങ്ങളുടെ നേർപതിപ്പായി ജനങ്ങൾ അദ്ദേഹത്തെ കണ്ടു. സൗത്ത് മംഗളൂരുവിൽ ഡെപ്യൂട്ടി കമ്മീഷണറായിരിക്കുമ്പോഴാണ് അണ്ണാമലൈ ജീവിതത്തിലെ നിർണായക തീരുമാനമെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃപാടവത്തിൽ ആകൃഷ്ടനായി ബി.ജെ.പിയിൽ ചേർന്നു. അണ്ണാമലയുടെ ജനപ്രീതി തിരിച്ചറിഞ്ഞ ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം അധികം വൈകാതെ സംസ്ഥാന അധ്യക്ഷനായി സിംഗത്തെ തിരഞ്ഞെടുക്കുകയായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടി ബി.ജെ.പിയുടെ സാന്നിധ്യം തമിഴ് മണ്ണിൽ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അണ്ണാമലൈ എൻ മൺ എൻ മക്കൾ എന്ന പേരിൽ പദയാത്ര ആരംഭിച്ചത്. ജൂലൈ 28-ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാമേശ്വരത്ത് നിന്നാണ് പദയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത്. 1770 കിലോമീറ്റർ കാൽനടയായും ഗ്രാമപ്രദേശങ്ങളിലൂടെയും ബാക്കിയുള്ള ദൂരം വാഹനത്തിലും അണ്ണാമലൈ സഞ്ചരിക്കുന്ന തരത്തിലാണ് യാത്ര വിഭാവനം ചെയ്തത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നിയോജക മണ്ഡലങ്ങളിലും റാലി സംഘടിപ്പിച്ചുകൊണ്ടുള്ള പദയാത്രയ്ക്ക് മികച്ച രീതിയിലാണ് സ്വീകരണം ലഭിക്കുകയും ചെയ്തത്. ഓരോ സ്ഥലത്തും റാലിയെ നിയന്ത്രിക്കാൻ 100-ലധികം വോളണ്ടിയർമാരെയാണ് നിയോഗിച്ചത്. ഇത് രാഹുലിന്റെ ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ നിന്ന് തികച്ചും വിപരീതമായിരുന്നു. അവിടെ രാഹുലിന്റെ യാത്ര കൊണ്ട് ഓരോ നേതാക്കൾ പാർട്ടിയിൽ നിന്നും പടിയിറങ്ങുമ്പോൾ ഇവിടെ അണ്ണാമല തമിഴകത്ത് ബി.ജെ.പിയുടെ കരുത്ത് ഊട്ടിയുറപ്പിക്കുകയായിരുന്നു. എന്റെ ജനത എന്നേക്കുമായി നിരാശയിൽ കഴിയാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ തമിഴ് ജനതയെ ഒരു കുടുംബത്തിന്റെ കാരുണ്യത്തിന് കീഴിലാക്കാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ തമിഴ് ജനതയെ നിസ്സാരമായി കാണാൻ ഞാൻ അനുവദിക്കില്ല. ഈ സംസ്ഥാനത്തെ ഏറെക്കാലമായി ബാധിച്ച നീച രാഷ്ട്രീയത്തിന് എന്റെ തമിഴ് ജനത ഇരയാകാൻ ഞാൻ അനുവദിക്കുകയില്ല. എന്റെ തമിഴ് ജനതയെ ലജ്ജിച്ചു തല താഴ്ത്തി നടത്താൻ ഞാൻ അനുവദിക്കുകയില്ല. തമിഴർ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് തല ഉയർത്തി നടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തമിഴ്നാട് പുതിയ പാതയിലൂടെ നടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളോടൊപ്പം നടക്കാൻ ഇവിടെയുണ്ട്. ഒരുമിച്ച് നമ്മൾ ഉയരും. തമിഴകത്തിന്റെ നഷ്ടപ്പെട്ട പ്രതാപം നമ്മൾ ഒരുമിച്ച് വീണ്ടെടുക്കും. നമ്മൾ ഒരുമിച്ച് തമിഴ്നാടിനെ വീണ്ടും മഹത്തരമാക്കും. ഇതൊരു യാത്രയല്ല, ഇതൊരു ദൗത്യമാണ്. ഇതെന്റെ ഭൂമിക്ക് വേണ്ടിയുള്ള ദൗത്യമാണ്. ഇതെന്റെ ജനങ്ങളോടുള്ള ദൗത്യമാണ്. യാത്ര തുടങ്ങും മുമ്പ് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അണ്ണാമലൈ പറഞ്ഞ വാക്കുകളാണിവ. അണ്ണാമലൈ എന്ന യുവനേതാവിനെ മുന്നിൽ നിർത്തി തമിഴകത്ത് സാന്നിധ്യം ശക്തമാക്കുക എന്ന ലക്ഷ്യം കൊണ്ട് തന്നെയാണ് പലതവണ മോദി തമിഴ്നാട്ടിലെത്തിയത്. എൻ മൺ എൻ മക്കൾ പദയാത്രയുടെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും തിരുപ്പൂരിലെത്തി പ്രധാനമന്ത്രി നിർവഹിച്ചത് വെറുതെയല്ല. വേദിയിലെത്തി അണ്ണാമലയെ ചേർത്ത് നിർത്തി പ്രശംസിക്കാനും മോദി മറന്നില്ല എന്നത് സിംഗം പ്രധാനമന്ത്രിക്ക് പ്രിയപ്പെട്ടവനായി തീർന്നു എന്നതിനുള്ള തെളിവാണ്. എന്തായാലും തമിഴ് ജനത ഒരു പരിധിക്കപ്പുറം കാവ്യയെ സ്നേഹിച്ചു തുടങ്ങിയെന്നതിൽ ഒരു സംശയവുമില്ല. ആ സ്നേഹത്തിന്റെ പരിധിക്കപ്പുറം ഇനി എത്ര താമരകൾ വിരിയുമെന്നത് കാത്തിരുന്നു തന്നെ അറിയണം.